നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. എന്നോടൊരു ചോദ്യം വന്നതാണ്. 7.5 ശനി കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയുള്ളൂ എന്ന് തോന്നുന്നു, ഇപ്പം നോക്കുമ്പോൾ എനിക്ക് കണ്ടക ശനിയാണെന്ന് പറയുന്നു. ഇതെന്താ സംഭവം? ഇത് തീരുന്നില്ലേ? എപ്പോഴും ഓർക്കൂ, ഇതെല്ലാം നമുക്ക് തരുന്ന ഇൻഫർമേഷൻസ് ആണ്. നമ്മൾ ചില കാര്യങ്ങളിൽ അലേർട്ട് ആവണം എന്നുള്ളത് കൊണ്ട്. ഈ കണ്ടകശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജാതകത്തിൽ എവിടെയാണോ ചന്ദ്രൻ നിൽക്കുന്നത് അവിടെ നിന്ന് 4ാമത്തെ രാശിയിലോ 7ാമത്തെ രാശിയിലോ 10ാമത്തെ രാശിയിലോ ഗോചരവശാൽ ശനി സഞ്ചരിക്കുന്ന കാലത്തിനെയാണ് കണ്ടകശനി എന്ന് പറയാം. അപ്പോൾ 4ാം ഭാവത്തിലാണ് ശനിയെങ്കിൽ ആ ശനി നമ്മളോട് തരുന്ന സൂചന 4ാം ഭാവം കൊണ്ടാണ് മാതാവിനെ, സുഹൃത്തിനെ, മാതുലൻ, ഭാഗുനേയൻ, ക്ഷേത്രം, സുഖം, വാഹനം, ആസനം ഇതൊക്കെ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് കുഴപ്പങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അമ്മയുടെ ആരോഗ്യം കുറച്ചൊന്ന് നോക്കണം, സുഹൃത്ത് ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വീഴാതെ നോക്കണം എന്നൊക്കെയുള്ള സൂചനകളാണിത്. ഇത് കഷ്ടകാലം എന്ന രീതിയിൽ മാത്രം നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത്? 7ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണെങ്കിൽ അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെ ചിലപ്പോൾ വഷളാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത വാക്കുതർക്കങ്ങളിലേക്ക് പോകരുത്. അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഏതൊരു പാർട്ട്ണറുടെ അടുത്തും നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാം. ഇനി 10ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലത്ത് തൊഴിൽ സ്ഥലങ്ങളിൽ കൂടുതൽ അലേർട്ടായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഏത് കർമ്മത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും അത് കുറച്ച് അലേർട്ടായിട്ട് ചെയ്യണം എന്നുള്ള ചില ഇൻഫർമേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഒന്ന് ഓർക്കൂ, ഇതെല്ലാം കഷ്ടകാലം എന്ന് മാത്രം നമ്മളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് വെച്ചേക്കുന്നത് അത്ര നല്ല ചിന്തയല്ല കേട്ടോ. ഏത് കാര്യത്തിലെയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് ശ്രദ്ധ ചെയ്ത് കൊണ്ടുപോയി മുന്നോട്ട് നല്ല രീതിയിലാക്കേണ്ടത് എന്ന രീതിയിൽ ചിന്തിച്ച് ഒന്ന് മാറി ചിന്തിക്കൂ. നമുക്ക് കഷ്ടകാലമല്ല, ശനി എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളെ നല്ല കാര്യത്തിലോട്ട് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് കേട്ടോ.